ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക് കേട്ടോ. അപ്പോൾ പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റിയ ഒരു വ്യത്യസ്തമായ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് ചിക്കൻ ബിരിയാണിയാണ്. മിക്ക വീടുകളിലും ഈ പെരുന്നാളിന് ബീഫായിരിക്കും. എന്നാലും ഇരിക്കട്ടെ, ഒരു ചിക്കൻ ബിരിയാണി എന്ന് കരുതി ഇതൊരു വെറൈറ്റി ചിക്കൻ ബിരിയാണിയാണ്. ഉള്ളി ഒന്നും വഴറ്റി കഷ്ടപ്പെടാൻ ഒന്നും വേണ്ട, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എന്നാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനലേ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ തന്നെ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാടോ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ഒന്ന് എടുത്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 3/4 കപ്പോളം തൈരും കൂടെ ചേർക്കുന്നുണ്ട്. തൈര് എടുക്കുമ്പോൾ അല്പം പുളി കുറഞ്ഞ തൈരാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഇനി ഒരു 2 ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. 2 ക്യൂബാണ് അതിൻ്റെ ഞാൻ ചേർക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കാവേ. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഉപ്പ് ഇപ്പം ചേർക്കുന്നില്ല, കാര്യം ഈ ചിക്കൻ സ്റ്റോക്കിനകത്ത് തന്നെ അത്യാവശ്യം ഉപ്പ് കാണും. അപ്പോഴേ ഇപ്പം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി ഒരു 15 മിനിറ്റ്സ് ഒന്ന് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ഒരു ചെറിയൊരു മസാല ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഇത് അവിടെ ഒന്ന് ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കിയാലോ? അതിന് ഒരു പാനൊന്ന് അടുപ്പത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി അതിലേക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു 3 ഗ്രാമ്പും, പിന്നെ ഒരു പട്ടയും, പിന്നെ ഒരു സ്റ്റാറും, പിന്നെ കുറച്ച് കുരുമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ചേർത്ത് ചെറുതായിട്ടൊന്നങ്ങ് വറുത്തെടുക്കാം. ഒരുപാടിട്ടങ്ങ് റോസ്റ്റ് ആക്കി എടുക്കേണ്ട, ചെറുതായിട്ടൊന്നങ്ങ് റോസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഒരു സവാള മാത്രം അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു കൈപ്പിടിയോളം വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്തിട്ട് ഇനി ഒരു ഇഞ്ചിയുടെ പീസ് എടുത്തിട്ട് അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്തിട്ട് ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ബിരിയാണിയിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പം നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇങ്ങ് എടുത്തോളൂ കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് ഒന്നങ്ങ് വെന്ത് വരണം കേട്ടോ. അല്ലാണ്ട് ഒരുപാട് കളർ മാറ്റുന്ന രീതിയിൽ ഒന്നും വഴറ്റണ്ട. ഇപ്പം അതാണ്ട് ഇതെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതുവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം മല്ലിയില ചേർക്കുന്നുണ്ട്. അതിലും കുറച്ചായിട്ട് കുറച്ച് പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് ഇലകളുടെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത്രയൊക്കെ ഒന്ന് മതിയാവൂടോ. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാൻ തന്നെ എടുത്തോളൂ കേട്ടോ. ചിക്കനും ചോറും എല്ലാം നമ്മൾ ഇതിനകത്താണ് വേവിക്കുന്നത്. ഇനി ആ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നെയ്യ് ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതിയാവും. ഇനി അതിലേക്ക് ഒരു 3 സവാളയാണ് കേട്ടോ ഞാൻ അരിഞ്ഞ് ചേർക്കുന്നത്. അപ്പം അത് ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് അങ്ങ് കളർ മാറി ബ്രൗൺ കളർ എത്തുന്നവരെ ഒന്നും വഴറ്റണ്ട. ചെറുതായിട്ട് ഒന്ന് വെന്ത് വരണം. പിന്നെ ആ കളർ മാറുന്ന ഫസ്റ്റ് സ്റ്റേജ് ഉണ്ടല്ലോ, അതുവരെയൊക്കെ ഒന്ന് മതിയാവും കേട്ടോ. അതുവരെയും വഴറ്റിയാൽ മതിയാവും. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ആ മിക്സ് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കാവേ. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്നങ്ങ് വഴണ്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടേ ഉള്ളൂ. ഈ പരുവം വരെ ഒന്ന് വഴറ്റിയാൽ മതിയാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 തക്കാളി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്നങ്ങ് വഴറ്റി ഒന്ന് വേവിച്ചെടുക്കാവേ. ഇപ്പോൾ അതാണ്ട് തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റിയാൽ മതിയാവും. ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല, അത്യാവശ്യം അത് വെന്ത് വന്നിട്ടേ ഉള്ളൂ. ഈ പരുവമൊക്കെ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കനും ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. ചിക്കനൊക്കെ ചേർത്തിട്ട് വഴറ്റാൻ ഒരു അല്പം പാടാണ് കേട്ടോ. എങ്കിലും നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം.
ഇതുപോലെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷമേ നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു പകുതി വേവാവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 6-7 മിനിറ്റ് കൊണ്ടൊക്കെ ഇതൊന്ന് പകുതി വേവായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാവേ. അപ്പോൾ ഇതൊരു 6-7 മിനിറ്റ് അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. ഇപ്പോൾ ദാണ്ട ഒരു 6-7 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ അത്യാവശ്യം പകുതിയോളം വേവ് എത്തിയിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഒരല്പം വെള്ളമൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാകമൊക്കെ എത്തുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇനി നമ്മൾ അരച്ച് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ പച്ച കളറ് മിക്സ് ഉണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബിരിയാണി മസാല നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. വേറെ പൊടികളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെയും ഒന്ന് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അരി ജീരകശാല അരിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇതൊരു 15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ അരിയും ഈ മസാലയായിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ അരി ചേർക്കുന്നതിന് മുന്നേ ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് സോക്ക് ചെയ്ത് വെക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് തന്നെയാണ് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള കണക്കിൽ വേണം വെള്ളം ചേർക്കാൻ. പിന്നെ ഒരു 3/4 കപ്പോളം വെള്ളം നമ്മുടെ ഈ ചിക്കനകത്ത് നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചിട്ട് വേണം വെള്ളം ചേർക്കാൻ. ഇത് വെള്ളം ചേർത്തിട്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇതുവരെയും ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ സമയം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് നോക്കി ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാവേ. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ജസ്റ്റ് ഇതൊന്നും കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാവേ. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തി ഈ ബിരിയാണിയിൽ ചേർക്കുമ്പോഴേ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ അതാണ് കസൂരി മേത്തിയൊക്കെ ഇട്ട് കൊടുത്തത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റാവും കേട്ടോ. ഒരു വ്യത്യസ്ത കളറും മണവും ഒക്കെ ഉള്ള ഒരു ബിരിയാണിയാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ ഇതൊരു കുഴഞ്ഞ പരുവമൊക്കെ ആയിരിക്കും, പക്ഷേ എങ്കിലും ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും ഇത് സെറ്റാവും. റൈസൊക്കെ നല്ല ഇങ്ങനെ വേറിട്ട് കിട്ടും കേട്ടോ. അപ്പോഴാണ്ട് നല്ല അടിപൊളി നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ. അപ്പം ചിക്കൻ ബിരിയാണി നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കിക്കോളൂ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മെയിനായിട്ടും ഒരുപാട് കഷ്ടപ്പാടില്ലാതെ ഇത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വളരെ നല്ലൊരു ടേസ്റ്റും മണവും നല്ലൊരു കളറുമാണ്. അപ്പോൾ നമുക്കിത് ചൂടോടെ തന്നെ അങ്ങ് സെർവ് ചെയ്താലോ. അപ്പോഴേ എല്ലാവർക്കും നല്ലൊരു ബലിപ്പെരുന്നാൾ ആശംസിക്കുന്നു. എല്ലാവരും പെരുന്നാളിനെ കൊണ്ട് അടിച്ച് പൊളിക്കും. അന്നേരം ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് കൂടെ തന്നേക്കണേ. അപ്പോഴേ ഇനിയും ഒരു നല്ലൊരു റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.